ഹേ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവരെയും പോലെ തന്നെ ഞാനും വർഷത്തിൻ്റെ ആദ്യം കുറേ ഹാബിറ്റ്സൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെയുള്ള പ്ലാനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇതേ പ്ലാനൊക്കെ ഉണ്ട്, എന്നാലും അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. ഈ ഹാബിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ഒരു നല്ല കാര്യം, ഒരു നമ്മുടെ പ്രൊഡക്റ്റിവിറ്റീനെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യം, അതൊരു 21 ദിവസമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അതിനെ ഹാബിറ്റ് എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്നാണ് അറിവുള്ളവർ പറഞ്ഞറിഞ്ഞ് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഐ തിങ്ക് ഇറ്റ്സ് അറ്റോമിക് ഹാബിറ്റ്സ്. അപ്പം ഈ അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടും എനിക്ക് 21 ദിവസം എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം ആയതുകൊണ്ടും അത് ട്രാക്ക് ചെയ്യാനും അതിനൊരു മോട്ടിവേഷൻ കിട്ടാനൊന്നും എനിക്ക് പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നുമില്ല. എനിക്കങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ് ഈ ഹാബിറ്റ് ട്രാക്കർ. നമ്മളിന്ന് രാവിലെ തൊട്ട് ചെയ്യുന്ന നമ്മുടെ ഏറ്റവും നല്ല, നമ്മളെല്ലാ ദിവസവും തുടർന്ന് ആഗ്രഹിക്കുന്ന വർഷാദ്യത്തിൽ നമ്മൾ കണ്ടെത്തിയ ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കാൻ ഏറ്റവും ബെറ്റർ വേ എന്ന് പറയുന്നത് ഈ ഹാബിറ്റ് ട്രാക്കറാണ്. ഞാനിതൊക്കെ ഇങ്ങനെ എഴുതാനും വരയ്ക്കാനും ഉള്ള ആഗ്രഹമൊക്കെ കൊണ്ട് ഇങ്ങനെ കുത്തിയിരുന്ന് വരയ്ക്കുന്നതൊക്കെ ഉള്ളൂ. നിങ്ങൾക്കിത് ഈസി ആയിട്ട് ക്യാൻവയിലും പിൻട്രസ്റ്റിലൊക്കെ കിട്ടും. ദിവസത്തിൻ്റെ അവസാനമാണ് നമ്മളിത് മാർക്ക് ചെയ്യുന്നത്. ഈ മാർക്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ അത് മാർക്ക് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഭയങ്കര ഗിൽട്ടി അടിക്കും. നമ്മൾ എന്തുകൊണ്ട് ആ പരിപാടി ഇത് ചെയ്തില്ല എന്നോർത്ത് നമുക്ക് ഭയങ്കര വിഷമം തോന്നും. ശരിക്കും പറഞ്ഞാൽ അതാണല്ലോ പിറ്റേന്ന് നമ്മൾ വിട്ടുപോയ കാര്യം ചെയ്ത് തീർക്കാനുള്ളൊരു മോട്ടിവേഷൻ.